ആദ്യത്തെ രാജ്യാന്തര ചലച്ചിത്രമേള വന്നപ്പോൾ അതിൽ പങ്കെടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. കോഴിക്കോട് ആദ്യത്തെ ചലച്ചിത്രം മാർത്താണ്ഡവർമ്മ അത് കണ്ടു. അന്നൊരു ദിവസം കൂടി അവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം ഉച്ചയ്ക്ക് മുമ്പ് ഒരു ചിത്രം കൂടി കണ്ട് തിരിച്ചു പോകുന്നു. ഇത് ശ്രീകുമാർ. ഈ പറഞ്ഞത് 1994 ഡിസംബർ 17 മുതൽ 23 വരെ അങ്ങ് കോഴിക്കോട് നടന്ന ആദ്യ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാൻ പോയതിന്റെ ഓർമ്മകളാണ്. മാർത്താണ്ഡവർമ്മ എന്ന മലയാളത്തിലെ പ്രശസ്തമായ നിശബ്ദ ചിത്രമാണ് ആദ്യം കണ്ടത്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ചലച്ചിത്രമേളയിലേക്കുള്ള മുടങ്ങാത്ത യാത്ര. ഇന്ന് 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയുമ്പോൾ ശ്രീകുമാർ എന്ന ഈ 65-കാരന് പറയാനുള്ളത് കഴിഞ്ഞുപോയ 29 മേളകളുടെ ഓർമ്മകളാണ്. ആദ്യത്തെ മേള മുതൽ ഇതുവരെ നമ്മൾ നോക്കാൻ നേരത്ത് ധാരാളം സാഹചര്യങ്ങൾ കടന്നിട്ടാണ് ഈ മേള ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. 94-ലെ മേള കഴിഞ്ഞു, പിന്നെ തിരുവനന്തപുരത്ത് 95-ാമത്തെ മേള വന്നു. 2 വർഷത്തെ ഇടവേളകളിലായിരുന്നു പിന്നെ മേള നടന്നത്. കൊച്ചിയിൽ നടന്നു, കോഴിക്കോട് വീണ്ടും നടന്നു. പിന്നെ 8ാമത്തെ മേള മുതലാണ് നമ്മൾ തിരുവനന്തപുരം സ്ഥിര താവളമാക്കുകയും പിന്നെ എല്ലാ വർഷവും ഡിസംബർ മാസത്തെ 2ാമത്തെ വെള്ളിയാഴ്ച മേള തുടങ്ങുന്ന ഒരു രീതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സമയം കൊണ്ട് 7 മേളകൾ കൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ കലണ്ടറിൽ നമ്മൾ സ്ഥാനം പിടിച്ചു പോയി. വിശ്വസിനിമയോടുള്ള അടങ്ങാത്ത ആവേശമാണ് ഓരോ വർഷവും ഡിസംബർ മാസത്തെ 2ാമത്തെ വെള്ളിയാഴ്ച ടാഗോർ തിയേറ്ററിന് മുന്നിൽ ഇദ്ദേഹത്തെ കൊണ്ടു നിർത്തുന്നത്. കഴിഞ്ഞ 29 മേളകളിൽ നിന്നായി 800-ലധികം സിനിമകൾ ശ്രീകുമാർ കണ്ടു കഴിഞ്ഞു. എൻ്റെ അച്ഛൻ ഒരു നല്ലൊരു സിനിമ ആസ്വാദകനായിരുന്നു. അച്ഛൻ അന്നത്തെ പ്രശസ്ത നടൻ സത്യൻ്റെ അച്ഛൻ സത്യം മാഷ് എന്നാണ് വിളിക്കുന്നത്. സത്യം മാഷിൻ്റെ ഒരു ആരാധനയായിരുന്നു. പിന്നെ അതല്ലാതെ തന്നെ മലയാളത്തിൽ അന്നിറങ്ങുന്ന മധു, പ്രേം നസീറൊക്കെ അഭിനയിക്കുന്ന നല്ല ചിത്രങ്ങൾ അതെല്ലാം അച്ഛനോടൊപ്പം, അച്ഛനും അമ്മയും എൻ്റെ സഹോദരിയോടൊപ്പം പോകുന്നൊരു പതിവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചലച്ചിത്രങ്ങൾ ആ കുട്ടിക്കാലം മുതൽ തന്നെ മനസ്സിലേക്ക് വന്നു. മറ്റൊരു സിനിമാ കാലത്തിന്റെ തലസ്ഥാനത്ത് തുടക്കമാകുമ്പോൾ ജൻസി പിള്ളേർക്കൊപ്പം ശ്രീകുമാർ റെഡിയാണ് പുത്തൻ സിനിമകൾ കാണാനും ആസ്വദിക്കാനും. ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സ്മാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.